ഇപ്പോൾ ദേ രാവിലെ സ്കൂളിൽ പോകാനുള്ള തിരക്കിലാട്ടോ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഷൂ ഒക്കെ ഇടുക കേട്ടോ. സോക്സൊക്കെ ഇട്ട് പോകാനുള്ള. അപ്പോൾ ജെയ്ഡുമോന് പനി വന്നതിന് ശേഷം ജെയ്ഡുമോന് മുടി ആകെ വളർന്ന് ആകെ വൃത്തികേടായി. അപ്പോൾ ഒന്ന് മുടി വെട്ടണം എന്ന് വിചാരിച്ച് ഇപ്പോൾ ജലദോഷം അങ്ങനെ ശരിക്കും മാറണമില്ല. അപ്പോൾ ഇന്നലെ വെട്ടാൻ തിരിച്ച് ഇന്നലെയും നടന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ മോനെ വിട്ടിട്ട് ജെയ്ഡുമോനെയും കൊണ്ട് പോയി മുടി വെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ജെയ്ഡുമോനാണെങ്കിൽ പുറത്തേക്ക് പോകണ സന്തോഷമുണ്ട്, പക്ഷേ മുടി വെട്ടണോടത്ത് പോയി കരച്ചിലാവും എനിക്ക് തോന്നണേ. അങ്ങനെ പിന്നെ വേഗം ഞങ്ങൾ താഴെ ഇറങ്ങി വന്നു. മോൻ്റെ വണ്ടി ഒരു 8:35 ആകുമ്പോഴേക്കും ചിലപ്പോൾ 30 വരും, ചിലപ്പോൾ 35 ആ സമയമൊക്കെ ആകുമ്പോഴേക്കും വരും. അപ്പോൾ മോൻ നിൽക്കണ കണ്ടപ്പോൾ ഓടുകയാണ് മോൻ്റെ അടുത്തേക്ക്. രാവിലെ ആണെങ്കിൽ ഒരു മഴയുടെ ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. ആകെ ഇരുണ്ട് മഴ ഇപ്പം പെയ്യുന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കണത്. അപ്പോൾ ചെറുതായിട്ട് മഴ ചാറിനുണ്ട്. ഞങ്ങളാണെങ്കിൽ കോട്ടൊന്നും എടുത്തുമില്ല. അപ്പോൾ പെട്ടു പോവാമോ എന്ന് വിചാരിച്ചിട്ടാണ് വന്ന് നിൽക്കണത്. കുഴപ്പമുണ്ടായില്ല കേട്ടോ. മഴ ചെറിയതായിട്ടുള്ള ചാറലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതെ നല്ല മഴക്കാറ് കണ്ട ഇരുണ്ട് കയറി വരിക. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ജോസഫൻ്റെ അപ്പൂസ് വണ്ടി അവിടെ നിന്ന് അകലേന്ന് വരുന്നുണ്ട് കേട്ടോ. ജോസഫിനൊരു ഒരു 3-4 വർഷമായിട്ട് അതിൽ തന്നെയാട്ടോ പോകണം. നല്ലൊരു വണ്ടിയാണ്. നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈവറും അതിലത്തെ ചേച്ചിയൊക്കെ നല്ല ആൾക്കാരാട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊണ്ടുവിടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവനെ വിട്ടതിന് ശേഷം ഇച്ചാനാണെങ്കിൽ ഇന്ന് ഡ്യൂട്ടി 10 മണി മുതലാണ്. അപ്പോൾ അതിന് മുന്നേ പോയി മുടി വെട്ടുകയാണെങ്കിൽ ആ കാര്യം കഴിയില്ല. പിന്നെ 10 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണി 7:30 ആവും വരുമ്പോൾ. പിന്നെ വന്നിട്ട് പോകാൻ പറ്റില്ലല്ലോ. അത് കാരണം എവിടെ ചെന്നപ്പോൾ മുടിവെട്ടുകട തുറന്നിട്ടില്ല. മുടിവെട്ടുകട തുറക്കാത്ത ഞങ്ങൾ അതുവഴിയുള്ള വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു. അപ്പോഴേക്കും ആ ചേട്ടൻ വന്നു കേട്ടോ. വന്ന് പിന്നെ വേഗം ആ ചേട്ടനെ കണ്ടപടി ചെയ്തു വാശിയായി. മുടി വെട്ടാൻ ഇഷ്ടമല്ലാത്തതാണ്. പിന്നെ എങ്ങനെയൊക്കെയോ ഇരുന്ന് മുടി വെട്ടി ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു. ചേട്ടൻ ജോലിക്കും പോയി. ഓക്കേ, ബായ്.